ഹലോ ഹായ് പ്രിയപ്പെട്ട ചങ്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം, പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളത്തെ വിശ്രമ ജീവിതത്തിനൊടുവിൽ ഇന്നിപ്പോൾ നമ്മൾ പുതിയൊരു യാത്രയിലേക്ക് തിരഞ്ഞെടുക്കുകയാണ്. മനസ്സെന്ന് മുങ്ങുമ്പോൾ അറിയാതെ കൊതിച്ചു പോകുന്ന ചില സമയങ്ങളുണ്ട്. ഒരു യാത്രക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അതെ, ഈ യാത്ര നമ്മൾ വയനാട് ചുരങ്ങൾ കടന്ന് വയനാടിൻ്റെ മനോഹാരിതയിലേക്കാണ്. വയനാടിൻ്റെ ദൃശ്യഭംഗി നമുക്കൊന്ന് ആസ്വദിച്ചു പോയാലോ. മനോഹരമായ വയനാടിൻ്റെ സഞ്ചാരങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ചുരം തന്നെയാണ്. ചുരങ്ങളിൽ നിന്ന് മനോഹരമായ കാഴ്ച. വാവ്, എത്ര സുന്ദരം! പാടം വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചുരങ്ങളുടെ പാതയോരങ്ങൾ നമ്മളെ വയനാടൻ കവാടത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വയനാടൻ കവാടം. വയനാട്ടിലെത്തിയ നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് എന്നൂർ എന്ന സ്ഥലത്തേക്കാണ്. അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണത്. ഇവിടെ നിന്ന് നമ്മളിൽ നിന്ന് ഈടാക്കുന്ന ഓരോ പണവും ആദിവാസികളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ളതാണ്, അവരുടെ ക്ഷേമനിധിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവരെ, മണ്ണിൻ്റെ മക്കളെ, കാടിൻ്റെ മക്കളെ നമ്മൾ മറന്നുകൂടാ. നമ്മുടെ യാത്രയിൽ ഒരു സംഖ്യ അവർക്ക് കിട്ടുകയാണെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും മനോഹരം നമ്മുടെ മനസ്സിനും നമ്മുടെ യാത്രക്കും. വയനാടിൻ്റെ തനതായ കലാരൂപങ്ങളൊക്കെ കണ്ട് നമുക്കടുത്തത് വയനാടിൻ്റെ ദൃശ്യഭംഗികൾ ഒന്ന് ആസ്വദിച്ചു വന്നാലോ. പച്ചപ്പർവ്വതാൻ വിരിച്ചതുപോലെയുള്ള വയനാടിൻ്റെ തേയിലത്തോട്ടങ്ങൾ. ആഹാ, എത്ര മനോഹരം, എത്ര സുന്ദരം! കാഴ്ചകളുടെ കളിത്തോയനായ വയനാടിൻ്റെ ഈ മനോഹരിതയിലേക്ക് എന്നും മുൻപന്തിയിൽ ഈ പച്ച വിരിച്ച പുൽമേടകൾ തന്നെയാകും. പാതയോരങ്ങളിൽ തിങ്ങി നിൽക്കുന്ന ഈ വശ്യമനോഹരിതമായ കാഴ്ച ഒരിക്കലെങ്കിലും അനുഭവിക്കാത്തവരാരുണ്ടാവും. ആഹാ, സുന്ദരം! വയനാടിൻ്റെ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ്, മനസ്സിനൊരാനന്ദമാണ്. ഈ പാതയോരങ്ങളിലൂടെ സഞ്ചരിച്ച്
നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ വാരണാസി ഡാമിലേക്ക് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിപ്പെടുന്നതാണ്. അവിടുത്തെ ആ മനോഹര കാഴ്ചകളും കണ്ട് നമുക്ക് ആസ്വദിക്കാം. വയനാടിൻ്റെ പുലർക്കാലം, സൂര്യരശ്മികൾ ഉദയം ചെയ്യുന്ന വയനാട്. ആ സൂര്യരശ്മികൾക്കിടയിലൂടെ മഞ്ഞ് പുതച്ച കുന്നും മരങ്ങളും. വാവ്, എത്ര മനോഹരമായ കാഴ്ച, എത്ര സുന്ദരമായ കാഴ്ച. ഉദയരശ്മികൾ നമ്മുടെ ശരീരത്തെ ആഗിരണം ചെയ്യുമ്പോൾ ഒരു കട്ടൻ ചായയും പിടിച്ചിങ്ങനെ നിന്നാൽ വാവ്, പൊള്ളി വൈബ്. ഡാമിൻ്റെ കാഴ്ചകൾ കാണുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്നൂരിലെ ഈ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടാലോ. ഇതിന് മുകളിൽ കയറിയപ്പോഴുള്ള മനോഹരമായ ഒരു കാഴ്ച അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഫ്രെയിമിങ് ചെയ്ത ആദിവാസികളുടെ മനോഹരമായ തനതായ കലാരൂപങ്ങളുടെ ദൃശ്യങ്ങൾ, അവരുടെ ജീവിത ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങളെല്ലാം പഠിച്ച് ആദിവാസികളെ കൂടുതലറിയാൻ ഈ ഒരു യാത്ര നമുക്ക് ഏറ്റവും നല്ലത് തന്നെയാണ്. ഇതെല്ലാം കണ്ട് അവരുടെ ജീവിതങ്ങളൊക്കെ പഠിച്ച്, അവരുടെ ജീവിത ചരിത്രങ്ങളൊക്കെ പഠിച്ച് നമുക്ക് ഇനി ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോവാം. കാടിൻ്റെ മക്കളുടെ നേർരേഖ ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അവരുടെ നിത്യോപയോഗ സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്നൂരിൽ നിന്നിറങ്ങി ഞങ്ങൾ വാരണാസി ഡാമിലേക്കാണ് പോയത്. അവിടുത്തെ കാഴ്ചകൾ ഒരു വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ കഴിയുന്നതല്ല, ഒരൊറ്റ വീഡിയോ ആക്കി തന്നെ കാണിക്കേണ്ടതായി വരും. ഇത് ഞങ്ങൾ അവിടെ നിന്നും അടുത്ത തടാകത്തിലേക്ക് പോയൊരു കാഴ്ചയാണ്. അവിടെ നിന്ന് ബോട്ടിംഗ് എല്ലാം ചെയ്ത് മനോഹരമായി കുറച്ച് സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തടാകത്തിലൂടെ ഇങ്ങനെ ബോട്ടിംഗ് എല്ലാം ചെയ്ത് ഒരു മനോഹര യാത്ര തന്നെയായിരുന്നത്. കൂടുതൽ നേരം നമുക്കിത് ചവിട്ടാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ കയറിയത് ഇതാ സിബ് ലൈനിലേക്കാണ്. വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്.